അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് അവർ കുത്തി കുത്തി അടിപൊളിയാക്കി വെച്ചിട്ട് നല്ല എരിവുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ ഗൈസ്. സൂര്യൻ അസ്തമിക്കാറായിട്ടോ ഗൈസ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്, പാടങ്ങളുടെ എന്താ പറയുക ആ ഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. സൂര്യൻ അസ്തമിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് നമ്മുടെ ആകാശം കാണാൻ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ടൗണിലേക്ക് പോകും. ഞങ്ങളിന്ന് പോണത് ഒരു അടിപൊളി പ്ലേസിലേക്കാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ഉള്ള ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകട കേട്ടോ ഗൈസ് പോണത്. പട്ടാളക്കാരൻ്റെ തട്ടുകട ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകടയാണ്. എന്താ പറയുക, മെയിനായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുക്കാട്ടെ ഗൈസ്. ഇത് പാലക്കാട് മേഴ്സി കോളേജിൻ്റെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ്റെ തട്ടുകടയിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. പട്ടാളക്കാരൻ്റെ തട്ടുകട കേട്ടോ. പക്ഷെ ഇന്ന് മൂപ്പര് ലീവാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഉടുപ്പിയിൽ പോയി കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ സാർ? പട്ടാളച്ചേട്ടൻ്റെ സൂപ്പ് കടയാണ് കേട്ടോ കേസ് നമ്മളാ കണ്ടത്. സൂപ്പ് കട അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉടുപ്പിയിൽ പോയില്ല, സോഷ്യൽ കിച്ചണിൽ. നേരെ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പറമ്പ്, അതായത് ലുലു മാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ തൃശ്ശൂർ റോട്ടിലേക്ക് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്കുമുറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ കേസ്. വടക്കുമുറിയിൽ നിന്നും കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ മണലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഭാഗത്ത് 1-2 തട്ടുകടകൾ കണ്ടിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കണം. എന്തായാലും ഇന്ന് തട്ടുകടയത്തെ ഭക്ഷണം ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പാലക്കാട് നിന്ന് അങ്ങനെ നേരെ ഞങ്ങൾ തിരുനെല്ലായി വഴി അങ്ങനെ കയറിയിട്ട ഗൈസ്. എന്തായാലും ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞാൻ പൊറോട്ട പരത്തണമെന്ന് നോക്കട്ടെ. വീഡിയോ ഓക്കെ, എടുത്തോളൂ, നിങ്ങൾ എടുത്തോളൂ. ഞങ്ങൾ കപ്പ ബിരിയാണി ഗൈസ് കഴിക്കണം. കപ്പ ബിരിയാണി ഇവിടെ പൊറോട്ടയുണ്ട്, തട്ടുദോശയുണ്ട്, ഓംലേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അവരാണ് അടിക്കുന്നത് കേട്ടോ. അടിപൊളി. നമ്മുടെ തൃശ്ശൂർ, പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലാണ് കേട്ടോ അത് കാണുന്നത്. കപ്പ ബിരിയാണി നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റെഡി ആക്കാം. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് അവർ കുത്തി കുത്തി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തട്ടുദോശയും കൂടി ഉണ്ടാക്കണമെന്ന് നോക്കാട്ടോ. ഈ ഒരു തട്ടുകടയാണ് ഗൈസ്. പക്ഷേ നമുക്ക് എന്താണ്, അപ്പോൾ ഞങ്ങൾ കപ്പ ബിരിയാണിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. അതായത് ഹൈവേൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ അല്ലേ? ആദ്യമായിട്ടല്ലേ തട്ടുകടയിൽ വന്ന് കഴിക്കുന്ന സാർ? ഓക്കെ, അവിടെയാണ് കേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേസ് തട്ടുകടയിൽ വന്ന് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തട്ടുദോശയും സൗമ്യ കപ്പ ബിരിയാണിയാണ് കേട്ടോ. ഏതൊരു വീഡിയോയിൽ കണ്ടിട്ട് കപ്പ ബിരിയാണി വേണമെന്ന് പറഞ്ഞു എടുക്കുന്നത്. കപ്പ ബിരിയാണി ചായ കൊടുക്കാൻ പറഞ്ഞു. ഈ അച്ഛനെ ഒരു ചായ കൊടുക്കിട്ടോ. കൊടുത്തോളൂ. ചോദിക്കൂ. മതി, ഒരുപാട് വെള്ളാക്കണ്ട. നനിയും ദോശ കൊണ്ടുവന്ന നനിയും. അപ്പോൾ ഇലയൊക്കെ ആദ്യം കഴുകണം. അപ്പോൾ സൗ ഇലയിട്ടിട്ട് അതിൽ വെള്ളമൊക്കെ വെച്ച് കഴുകിയിട്ടാ സൗവിൻ്റെ കപ്പ ബിരിയാണി വന്നു കഴിഞ്ഞു. ഇതാണ് കപ്പ ബിരിയാണി. അതിൽ കൊട്ട് കഴിക്കാം. നീ ആദ്യം കൊട്ട് ഫുള്ളായി കൊട്ട് സൗ. ശരി, പകുതി. എനിക്ക് കിട്ടും, എൻ്റെ കയ്യിൽ കൊട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ആക്കാട്ടെ കേസ്, അതാണ് നല്ലത്. നല്ല ചൂടോടെ കപ്പ ബിരിയാണി. സ്പൂൺ വെച്ചോ. ഓക്കെ, താങ്ക് യു. കൈ കൊണ്ട് തുടക്കും. കൈ കൊണ്ടാക്കാം. ഇന്നതുകൊണ്ട് എടുക്കും.
ചൂടോടെ കപ്പയും ബീഫും. ബീഫല്ലേ ഇത് അല്ലേ? അടിപൊളി. നല്ല എരിവുണ്ട്. എങ്ങനെയുണ്ട് സൗ? ഞാൻ ആദ്യമായിട്ട് കഴിക്കും. അടിപൊളി അല്ലേ? നല്ല ഭംഗിയില്ലേ? പക്ഷേ ഭംഗി സോറി നല്ല ഭംഗിയില്ലേന്ന്. ഭംഗിയും ഉണ്ട് ടേസ്റ്റും ഉണ്ട് കേട്ടോ കേസ്. അടിപൊളിയാണ്. ചായ ഓക്കെ, ചായ വേണ്ടേ? ഓക്കെ. വേണ്ട. ഞാൻ ഫുള്ളായി കഴിച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞു, സൗമ്യ കഴിക്കണേ ഉള്ളൂ. ഇനി എന്തായാലും 2 തട്ട് ദോശയും 2 ചായയും കൂടി പറഞ്ഞിട്ട് ഞങ്ങളെ പോവാൻ അല്ലേ സൗ? അടിപൊളിയല്ലേ? സൂപ്പറായിരുന്നു കേട്ടോ കേസ്, അടിപൊളി. അങ്ങനെ ചായ വന്നിട്ട് അല്ലേ? അതെയാ? ചട്നി ഓരോ ദോശയും കൂടി കഴിച്ചോട്ടെ കേസ്. ദോശയും അപ്പോൾ അതിന് ചട്നിയും സാമ്പാറൊക്കെ ഉണ്ട്. ഇനി ഓരോ ഓംപ്ലേറ്റും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ നിർത്തുകയാണ് അല്ല സാർ? അപ്പോൾ തട്ടുകട അടിപൊളിയായിരുന്നു കേട്ടോ കേസ്. തട്ടുകടയിൽ വന്ന് കഴിക്കുന്ന അനുഭവം അടിപൊളിയാണ്. ഇടയ്ക്ക് ഞങ്ങൾ ആലപ്പുഴയിൽ പോയിട്ട് വരുമ്പോൾ കഴിച്ചിട്ടുണ്ടല്ലേ? ഹോട്ടൽ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ കേസ്. ഇതാണ് തട്ടുകട. ഓക്കെ, ഇത് നമ്മുടെ തൃശ്ശൂർ, പാലക്കാട് തൃശ്ശൂർ വടക്കുമുറി മണലൂർ കേട്ടോ. വടക്കുമുറി കഴിഞ്ഞിട്ട് ഹൈവേ. ചൂടോടെ പാക്കാൻ ഫ്രിഡ്ജിലോ?